ആ പറയൂ ദേവിക. മാഡം ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയുണ്ട്? ദേവിക, ഞാനിപ്പോ ഒരു യാത്രയിലാ. കൂടെ നന്ദനും ഉണ്ട്. ദേവികയുടെ ഹസ്ബൻഡാ ഡ്രൈവ് ചെയ്യുന്നേ. നന്ദൻ വലിയ സന്തോഷത്തിലൊക്കെയാ. വഞ്ചിച്ച ആളെ മാറ്റിയതിന്റെ സന്തോഷത്തിലാന്നൊക്കെയാ പറയുന്നേ. ഞാൻ പിന്നെ വിളിച്ചോളാം മാഡം. ശരി, ഞാൻ വിളിക്കാം ദേവിക. നന്ദൻ, ഞാൻ ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ സംസാരിക്കുന്ന ഒരാളാട്ടോ. കുറച്ചൊക്കെ എനിക്കും അറിയാം മാഡം. കുറച്ചല്ലേ അറിയൂ, ഒരുപാട് അറിയാനുണ്ട്. ഗിരി, അയ്യോ, അനിരുദ്ധ സഖാവാണല്ലോ. ആ സഖാവേ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ശരി ശരി, ഞാൻ വരാം. എന്താ ഗിരി? അത്യാവശ്യമായിട്ട് പാർട്ടി ഓഫീസ് വരെ ചെല്ലാൻ പറഞ്ഞു. എന്താ മോനെ പെട്ടെന്ന് അങ്ങനെ വിളിപ്പിച്ചേ? എന്താന്നൊരു പിടിയില്ല. അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് മാത്രം പറഞ്ഞു. അനിരുദ്ധ സഖാവ വിളിച്ചത്. സംശയിക്കണ്ട, അന്ന് പറഞ്ഞ സത്യമായിട്ട് വരുവാ. എന്ത്? അന്ന് മാഷുമാര് പറഞ്ഞില്ലേ ഗിരിയായിരിക്കും KDF സ്ഥാനാർത്ഥിന്ന്. ഉറപ്പാ, അതിനാ ഗിരിയെ വിളിച്ചേക്കുന്നെ. നീ ഒന്ന് പോയേ. അങ്ങനെ ആയിരിക്കൂ. ഒന്നാമത് ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല. കുടുംബത്തിൽ നിന്ന് തന്നെ ആള് വേണമെന്നല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. ഗിരിയെ തീരുമാനിച്ചു കഴിഞ്ഞു. അത് തന്നെ. സംശയിക്കണ്ട, ഇതത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നോ പറയരുത്. ഗിരി സ്ഥാനാർത്ഥിയാവണം, അവളെ തോൽപ്പിക്കണം. ആദ്യം അവര് ചെല്ലാൻ പറഞ്ഞ എന്തിനാന്ന് ഉറപ്പിക്കട്ടെ രജനി. സംശയിക്കണ്ടമ്മേ, ദേവികയ്ക്കെതിരെ മത്സരിക്കുന്നത് ഗിരി തന്നെയാ. ഓ മതി മതി, നിർത്ത്. ഞാൻ ആദ്യം പോയി കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് വിളിച്ച് പറയാം. അതുപോലെ ദേവികയ്ക്കെതിരെ ഗിരി മത്സരിക്കും, ദേവികയെ തോൽപ്പിക്കും. അമ്മയുടെ മുമ്പിൽ ചെന്ന ആളായതിന് ഒരു മറുപടി കൊടുക്കും ഞാൻ. എന്താ നന്ദൻ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? വണ്ടിക്കൊന്നും പറ്റിയില്ല മാഡം, ഞാൻ നിർത്തിയതാ. ആണോ? എന്താ കാര്യം? എനിക്ക് മാഡത്തോട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളുന്നുണ്ട്. ഓഫീസ് കാര്യമാണോ വ്യക്തിപരമോ? എനിക്ക് രണ്ടും ഒന്നാണ് മാഡം. വ്യക്തി ജീവിതവും ഓഫീസ് ജീവിതവും തമ്മിൽ കൂടിക്കൊഴിഞ്ഞു കിടക്കുക. ഓഫീസിൽ ഡ്രൈവറില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിക്കൂട്ടി തന്നെ കൂടെ വന്നതാ. അതെനിക്ക് നന്നായിട്ട് അറിയാം നന്ദൻ. മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. എന്താ? മാഡത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ? ഞാൻ മാഡത്തോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മാഡം എന്തിനാ എന്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയത്? എനിക്കറിയാം, എന്നെയും ദേവിയും തമ്മില് മാഡം മനഃപൂർവ്വം അകറ്റിയതാ. ദേവിയെ ഒരു ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു എന്നാ എന്റെ സംശയം. നന്ദനും ദേവികയും തമ്മിലകുന്നതിന് പിന്നിൽ നന്ദൻ തന്നെയാ. ഭാര്യയ്ക്ക് മേൽ ഭർത്താവിന് സംശയം ഉണ്ടായി തുടങ്ങിയ പിന്നെ തീർന്നു. എന്റെ സംശയം താനെ ഉണ്ടായതല്ല, മാഡം ഉണ്ടാക്കിയെടുത്തതാ. മാഡം എന്തോ ഉദ്ദേശത്തോടെയാ മാഡത്തിന്റെ മകനെ ദേവിയിലേക്ക് അടുപ്പിച്ചത്. ഒരു കളങ്കമില്ലാത്ത പെണ്ണായിരുന്നു എന്റെ ദേവി. എനിക്ക് വേണ്ടി ജീവിച്ചവള്. ഞാനായിരുന്നു അവളുടെ ലോകം, തിരിച്ചവളായിരുന്നു എന്റെ എല്ലാം. എത്ര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതം. പ്രശ്നങ്ങളെ ഒരുമിച്ച് ഞങ്ങൾ നേരിട്ടത്. എനിക്ക് മാത്രമായി സന്തോഷമോ സങ്കടമോ ഇല്ലായിരുന്നു. എന്തും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളതായിരുന്നു. എല്ലാം തകർന്നു. തകർന്നതല്ല,
മേഡം തകർത്തതാ. ഞാൻ പലതും കൂട്ടിയിണക്കി ചിന്തിച്ചു. അപ്പൊ മനസ്സിലായി, ഞങ്ങളുടെ ഇടയിൽ മറ്റാരും ഇടപെട്ടിരിക്കുന്നു. ആ ഇടപെട്ടത് മേഡം ആണെന്ന് ഞാൻ ഏകദേശം തിരിച്ചറിഞ്ഞു. ഏകദേശമല്ല, പൂർണ്ണമായിട്ട് ഉറപ്പിച്ചോളൂ, ഞാൻ തന്നെ ഇടപെട്ടത്. അതാ ഞാൻ ചോദിച്ചത്, എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? എന്നെ അകറ്റിയിട്ട് മാഡത്തിന്റെ മകനെ ദേവിയിലേക്ക് എത്തിച്ചത് എന്തിനാ? അവനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കാനായിരുന്നില്ലേ ഉദ്ദേശം? എന്തായിരുന്നു ഉദ്ദേശം എന്ന് നന്ദൻ അറിയണല്ലേ? വേണം, അറിഞ്ഞേ പറ്റൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേവിയെ കല്യാണം കഴിപ്പിക്കാനായി ഞാൻ തീരുമാനിച്ച എന്റെ മകനെ നന്ദൻ കാണണം. നമുക്ക് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്താ? ബാക്കിയൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിക്കാന്ന്. നന്ദന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എങ്കിൽ വണ്ടി തിരിക്കേ. മാഡത്തിന് ഇവിടെ പോകണ്ടല്ലേ? ആദ്യം നമുക്ക് വീട്ടിൽ പോവാം. വണ്ടി എടുക്കുന്നെന്താ? നാളെ എത്ര കുടുംബയോഗങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ആ ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം, ഒരു അത്യാവശ്യ കോളുണ്ടേ. ആ ഗിരീഷേട്ടാ. ദേവിക തിരക്കിലാണോ? വല്ല മീറ്റിംഗിലോ മറ്റോ ആണോ? അല്ല ഗിരീഷേട്ടാ, വീട്ടിലാ. ചന്ദ്രോത്ത് പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ പ്രഭാമയുമായിട്ട്? ഇല്ല. എന്താ ഗിരീഷേട്ടാ? ദേവികയെ വിളിക്കോ മറ്റോ ചെയ്തോ മാഡം? ഇല്ല, എന്തു പറ്റി? ഇല്ലല്ലോ, ഒന്നുമില്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഗിരീഷേട്ടന്റെ ശബ്ദം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നല്ലോ. കാര്യം എന്താന്ന് പറ. ഏയ് ഒന്നുമില്ല ദേവിക, ഞാൻ വിളിച്ചോളാം. ഒരു കാര്യമില്ലാതെ ഗിരീഷേട്ടൻ ഇങ്ങനെ വിളിക്കില്ലല്ലോ. പറയാം, പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ശരി. ഛേ, എന്റെ മോൻ ഋഷി, വർഷങ്ങളായി അവന്റെ ലോകം ഈ മുറിയാ. ഈ കട്ടില്ല ജീവിതം. ചലിക്കില്ല, സംസാരിക്കില്ല, ശ്വസിക്കും, ഭക്ഷണവും കഴിക്കും. പറയാൻ മനസ്സ് വരുന്നില്ല, എന്നാലും പറയാം. ജീവച്ചവെന്ന് പറയില്ലേ, അതായിരുന്നു അവസ്ഥ. അല്ല, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ? അതെ, ഈ കട്ടിലിൽ നിന്ന് ആ അമ്പലത്തിലേക്ക് എത്തിയതിനിടയിലുള്ള കഥയാ എനിക്ക് നന്ദനോട് പറയാനുള്ളത്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ. ഒരു സഹോദരിയെ പോലെ ഒരാൾ കൂടെ നിന്ന് എന്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ കഥ. ദേവികയുടെ നന്മയുടെ കഥ. അത് നന്ദൻ അറിയണം.
എന്റെ മകനെ മറ്റാരും കാണുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജീവിതത്തിൽ ഒന്നും അല്ലാണ്ടായി പോയ ഒരാളാണ് എന്റെ മകനെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം ജോലിക്കിടയിൽ ശബ്ദം കേട്ട് ദേവിക ഈ മുറിയിലേക്ക് വന്നു. ഋഷിയെ കണ്ടു. അന്ന് ഞാൻ അവളെ ശകാരിച്ചു. അവളുടെ താലി തൊട്ട് സത്യം ചെയ്യിച്ചു, ലോകത്താരോടും ഋഷിയുടെ കാര്യം പറയരുതെന്ന്. അതുകൊണ്ടാ നന്ദിനിന്ന് പോലും അവൾ ആ കാര്യം മറച്ചു വെച്ചേ. നീ പറ, എന്താ വരെ എത്ര താമസിച്ച? നന്ദു, ഒക്കെ പോട്ടെ, എന്താ വൈകുന്നതിന് കാരണം പറയുന്നില്ലല്ലോ. ഓഫീസില് ജോലി ഉണ്ടായിരുന്നു നന്ദു. എന്ത് ജോലി അത് പറ. അവളുടെ ഒരു ഓഫീസ് ജോലി. ഞാൻ അവസാനം ഫോൺ ചെയ്തപ്പോഴും അറിഞ്ഞില്ലേ ജോലി ഉണ്ടെന്ന്? ഇല്ല, ആ സമയത്തൊന്നും മാഡം പറഞ്ഞിരുന്നില്ല. ദേവിക ഇവിടുന്ന് രാജിവെക്കാൻ പോയപ്പോ ഞാൻ അവളോട് അപേക്ഷിച്ച് പിടിച്ചു നിർത്തി. അപ്പോഴേക്കും ദേവിക കാരണം ഋഷി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേവിയും ഋഷിയും തമ്മിലുള്ള ഫോട്ടോസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ ഋഷിയുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റൊരാൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ജിൻസി ഒരപകടകാരി. പുതിയ ജോലിസ്ഥലം എങ്ങനെയുണ്ട് ദേവികെ? ഓഫീസിന്റെ തിരക്കും ബഹളമൊന്നുമില്ല. ഓഫീസ് സ്റ്റാഫായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരു ജിൻസി ഉണ്ട്. മാഡത്തെക്കാൾ വലിയ ഭരണമാ ജിൻസിക്ക്. ചെറിയ രീതിയിൽ ആജ്ഞാപിക്കും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ഓരോ ഉത്തരവുകൾ. അങ്ങനെയൊക്കെ. ആരെയും അപായപ്പെടുത്താൻ നോക്കി നടക്കുന്നവൾ അവള് ചെയ്താവും. നന്ദന് കുറ്റം പറയുന്നില്ല. ഒരു സംശയത്തിലിരിക്കുമ്പോ മറ്റെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കും. നന്ദന് ദേവിക എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് അവള് ദൈവ. ഒന്ന് സംസാരിക്കാനോ ചലിക്കാനോ പറ്റാതെ കിടന്നുപോയ എന്റെ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവള് എനിക്ക് ദൈവതുല്യം തന്നെയാ. അവളുടെ നന്മ തിരിച്ചറിയാതെ പോകരുത്. മേഡം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ചു കൂട്ടി. തെറ്റുകൾ ആർക്കും പറ്റും. അത് തിരുത്താൻ മനസ്സ് കാണിക്കുന്നിടത്താ യഥാർത്ഥ മനുഷ്യരാവുന്നേ. ഋഷിയെ, ഞാനവനെ ഒന്ന് ഈ കാരണം കൊണ്ടല്ലേ. ഭാര്യയെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു പുരുഷൻ ചിലപ്പോ അങ്ങനെ പെരുമാറും. അറിയോ, ദേവികയുടെ ഭർത്താവായോണ്ട് മാത്ര എന്റെ മോനെ ഉപദ്രവിച്ച നന്ദനെ ഞാൻ വെറുതെ വിട്ടത്. സിദ്ധാർത്ഥ, തൃപ്തിയായല്ലോ? ഞാൻ മുന്നറിയിപ്പ് തന്നതാ. ദേ, വേണ്ട എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്തോണം. ഒന്ന് സമാധാനപ്പെടും, ഞാൻ വിളിക്കല്ലേ.
സർ. നിങ്ങളൊക്കെ വലിയ ഔദാര്യം കാണിച്ചതുകൊണ്ടാ കാര്യങ്ങൾ ഈ നിലയിലെത്തിയത്. അതല്ല സർ, ഇപ്പോ ഈ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ സർ. ഇനി എന്തറിയാൻ? സിദ്ധാർത്ഥ, ഇത് വളരെ മോശമായി പോയി. താൻ കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? മിനിസ്റ്റർ, പ്രവർത്തകരൊക്കെ കേൾക്കുന്നു. അവരോട് കേൾക്കട്ടെ. സത്യം പറ, ഇത് ഒത്തുകളിയല്ലേ? ക്ഷമയെ പരീക്ഷിക്കരുത് സർ. സർ സർ, ഞാൻ പറയട്ടെ, ഇങ്ങനൊരു പ്രതിസന്ധിയിലല്ലേ നമ്മൾ മനസ്സ് പതറാതെ ഒരുമിച്ച് നിൽക്കേണ്ടത്. മന്ത്രി സാറ് വെറുതെ സിദ്ധു സാറിനെ കുറ്റപ്പെടുത്തണ്ട. എന്തായാലും ശരി, താൻ തന്നെ പരിഹാരം കാണണം. ഫോണിൽ കിട്ടിയില്ലെങ്കിൽ നേരിട്ട് പോണം. ഇനി കൊന്നിട്ടാണെങ്കിലും ശരി, പരിഹാരം കണ്ടിരിക്കണം. പാർട്ടിക്ക് നീ ഒന്നും ചെയ്യാനില്ല, എല്ലാം തന്റെ കയ്യിലാണ്. മാറിയിക്കണം അങ്ങോട്ട്. സാർ, സമാധാനമായിട്ടിരിക്കണം. ശിവശാർ, ആ ദേവിക വന്നോ? എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? ദേവിക തിരക്കിലായിരുന്നോ? അല്ല മാഡം, പറയേ, എന്താ കാര്യം? നിങ്ങളുടെ കുടുംബകാര്യം തന്നെയാ. മനസ്സിലായില്ല. ഞാൻ ഇന്ന് നന്ദനെ കണ്ടിരുന്നു. എന്നിട്ട്? നന്ദൻ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്താ മാഡം? നന്ദൻ പറഞ്ഞത് ഞാൻ പറയാം. ദേവിക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ദേവികയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട്. ദേവിക മന്ത്രിയോ ചിലപ്പോ ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആയിക്കോ. കുടുംബജീവിതം ദേവികയ്ക്ക് ഒരു ബാധ്യതയാവും. ഭർത്താവും വീട്ടുകാരും ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ദേവികയ്ക്ക് വേണ്ടി, ദേവിയുടെ സന്തോഷത്തിന് വേണ്ടി നന്ദൻ ഒരു തീരുമാനം എടുത്തു. നന്ദൻ ദേവികയുമായി പിരിയുന്നു, നിയമപരമായി തന്നെ. ഡിവോഴ്സ് നോട്ടീസ് ഉടനെ തന്നെ അയക്കും. അതിനായിട്ട് കാത്തിരിക്കത്രേ. മാഡം, എന്താ നന്ദു പിരിയുന്നെന്നോ? ഇല്ല മാഡം, കള്ളം പറയാ. ഞങ്ങൾ അകന്ന് നിൽക്കുക, തർക്കവും വാശിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെ അതൊന്നും പിരിയാൻ വേണ്ടിയല്ല. തെറ്റിദ്ധാരണകൾ മാറി ഒന്നിക്കാൻ വേണ്ടിട്ടാ. ഋഷി എനിക്ക് സഹോദരനാണെന്നുള്ളത് നന്ദു എന്നെങ്കിലും താനെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച ഞാൻ കഴിയുന്ന. ഞാൻ പറയാതെ തന്നെ നന്ദുവിന്റെ തെറ്റിദ്ധാരണകൾ മാറണമെന്നും എന്നെ ചേർത്ത് നിർത്തണമെന്നും ആഗ്രഹിച്ചിട്ടാ. അല്ല, ഉറപ്പിച്ചിട്ടാ ഞാൻ കഴിയുന്ന. എനിക്കറിയാം. പക്ഷെ നന്ദൻ പറഞ്ഞത് ദേവികയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാ പിരിയുന്നെന്നാ. രാഷ്ട്രീയത്തിൽ ദേവികയ്ക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ നന്ദനായിട്ട് കളയാൻ പാടില്ലെന്നാ. എന്ത് ഭാവിയോ? നന്ദു കൂടെ ഇല്ലാതെ എനിക്ക് എന്ത് ഭാവി ഉണ്ടായിട്ട് എന്തിനാ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സത്യത്തിൽ നന്ദുവിനൊരു അഭിമാനം കിട്ടാനാ. ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ മാറുമ്പോ എന്റെ പദവിയിൽ നന്ദു സന്തോഷിക്കുന്ന പ്രതീക്ഷ തന്നെയാ ഞാൻ ഈ മത്സരത്തിൽ നിൽക്കുന്നത്. ഞാൻ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതൊക്കെ നന്ദു കേൾക്കാനും കൂടി വേണ്ടിയാ. എന്റെ കഴിവിൽ നന്ദുവിന്റെ ഉള്ളിൽ ഒരു കൊച്ചു സന്തോഷമെങ്കിലും കിട്ടുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടാ. എനിക്കറിയാം നന്ദു അത് കേട്ടിട്ടുണ്ടാവും, സന്തോഷിച്ചിട്ടുണ്ടാവും.
ചേട്ടന് മനസ്സിലായില്ലേ? നന്ദുന് എപ്പോഴും എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂന്ന്. അതുകൊണ്ടല്ലേ എന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ നന്ദു മാറി തരുന്നു പറഞ്ഞ്. വെറുത്തിട്ടാണെങ്കിൽ എന്നെ കരയിക്കാൻ വേണ്ടിയ വിവാഹമോചനം എന്നല്ലേ പറയാ? അല്ല, ദേവിക എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നന്ദുനെ കാണും, എന്നിട്ട് പറയും ഡിവോഴ്സ് നോട്ടീസ് അയക്കണ്ട, പകരം എന്റെ കഴുത്തിലെ താലി അങ്ങ് പൊട്ടിച്ചെടുത്തോളാം. നന്ദുന് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് അറിയാം. പൊട്ടിക്കുന്നെങ്കിൽ പൊട്ടിച്ചോട്ടെ, അവിടെ അവസാനിച്ചോളുമല്ലോ. ഈ താലി കഴുത്തിൽ എണീച്ച ആള് തന്നെ അഴിച്ചെടുത്തോട്ടെ. ദേവി, മാഡം എന്തൊക്കെയാ പറയുന്നത്? പിരിയണോ നമ്മള് തമ്മില്? എന്നെ വേണ്ടെന്ന് പറഞ്ഞോ നന്ദു? അങ്ങനെ ജീവിക്കാൻ പറ്റുമോ നന്ദുന്? അതിന് കഴിയുമെങ്കിൽ പൊട്ടിക്ക് താലി, വലിച്ചു പൊട്ടിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊട്ടിക്ക. ദേവി, ഞാൻ എന്റെ പെണ്ണിന്റെ കഴുത്തി കെട്ടിയ താലിയായത്. അത് പൊട്ടിക്കാൻ ഈ ഭൂമിയിൽ ആരെ സമ്മതിക്കില്ല ഞാൻ. എന്റെ ദേവി ഇല്ലാതെ ഈ നന്ദുവിനൊരു ജീവിതം ഉണ്ടോടി? നന്ദു, ദേവിക, പിരിയാനല്ല, ഇനി ഒരിക്കലും പിരിയില്ല എന്ന് പറയാൻ വേണ്ടി നന്ദൻ കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ നന്ദൻ എല്ലാം മനസ്സിലാക്കി. ഇപ്പൊ നേരിട്ടും കണ്ടു. മാഡം, ഞാൻ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ദേവി, നമ്മളിനി പിണങ്ങില്ല. എന്റെ ദേഷ്യമെല്ലാം മാറി. സോറി ദേവി. അതെ, ഞാൻ ഋഷിയുടെ അടുത്തോട് ചെല്ലട്ടെ, മരുന്ന് കൊടുക്കാറായി. ദേവി, ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലാത്ത തരത്തിൽ ഞാൻ ഒന്നും പറയണ്ട, പറയാതെ തന്നെ ഞാനൊക്കെ കേൾക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. മന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും ആവണ്ട. നന്ദുവിന്റെ ഭാര്യയായി
സന്തോഷത്തോടെ കഴിയാന്നുള്ളത് ഏറ്റവും സമാധാനം. അല്ല, നിന്റെ നന്മയും കഴിവുകളും നാടിനു വേണ്ടി കൂടി കൊടുക്കണം. ഇനി ഒരിക്കലും നിന്റെ കണ്ണു നിറയുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഏതോ ഒരു സമയത്ത് ഒരു ഭ്രാന്ത് കയറി അതിപ്പോ ഇറങ്ങിപ്പോയി. കുറച്ചുകൂടെ കുടിച്ചോ. ഹലോ, എന്താ എന്തായി പറയുന്നേ? ആണോ? ഞാൻ നോക്കട്ടെ. എന്തൊക്കെയത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അരുന്ധതി മേഡവും മോനും ഒക്കെ നല്ല ആളുകളാ. നിനക്ക് സ്വന്തം അനുജനെ പോലെ ഋഷിയെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി. ഇനിയിപ്പോ ദേവി MLA ആയി കഴിഞ്ഞ് എന്റെ തെറ്റിനുള്ള ശിക്ഷ തന്നോ? അതുവരെ നിന്റെ ജയത്തിന് വേണ്ടി മാറ്റിവെക്കാം. ആ, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. വിളിക്കാന്ന് പറഞ്ഞല്ലോ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രഭാവതി സോഷ്യലിസ്റ്റ് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രാമപുരം ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം തീപാറുമെന്നുറപ്പായി. ഒരു അമ്മായിയമ്മയും മരുമകളുമാണ് രാഷ്ട്രീയ പോർക്കളത്തിൽ പ്രമുഖ മുന്നണികൾക്ക് വേണ്ടി ഏറ്റുമുട്ടുന്നത്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവ നിമിഷമാണിത്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുമ്പോൾ നേരിടാൻ മരുമകൾ ദേവികയാണ് കച്ചമുറുക്കുന്നത്. അപ്രതീക്ഷിതമായ ദേവിക നന്ദന്റെ മാതാവിനെ തന്നെ എതിർ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ LDFന്റെ മേൽ മാനസികമായ മുൻതൂക്കം നേടാൻ LDFിനായിട്ടുണ്ട്. ഭാര്യ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാകുന്നതോടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് ഇത് രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. ഇതോടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ രാഷ്ട്രീയ ഭാവിയാണ് അനിശ്ചിതം. ഹേയ്, അതിലൊന്നും കാര്യമില്ലെന്നേ. പാർട്ടി മാറി പലരും MLA MP ഒക്കെ ആയിട്ടില്ലേ? മാത്രമല്ല, ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നല്ലോ. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അതെ, നാളെ മുതൽ ഫുൾ സ്വിങ്ങില. സംശയം വേണ്ട, ജയിച്ച് തിരിച്ചു കയറും. പ്രഭേ, ആഹാ, ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. ചന്ദ്രമതി അറിഞ്ഞില്ലേ? ഞാൻ സ്ഥാനാർത്ഥിയാ. നമുക്ക് പ്രചരണം കൊഴുപ്പിക്കണം. കൂടെ ഉണ്ടാവണം. അല്ല, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ദേവിക സ്ഥാനാർത്ഥിയാകൂന്നറിഞ്ഞപ്പോ നീ എതിർത്തത് ഇതിനായിരുന്നു അല്ലേ? പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ. നാണോ ഇല്ലേ പ്രഭേ മരുമോൾക്കെതിരെ മത്സരിക്കാൻ? നാണക്കേട് നോക്കിയിരുന്ന ജീവിക്കാൻ പറ്റുമോ എന്റെ ചന്ദ്രമതി? അധികാരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സുഖമല്ലേ? ഞാനും അധികാര കസേരയിൽ നിന്ന് ഇരിക്കട്ടെന്നേ. നിനക്ക് സ്ഥാനമാനങ്ങളോട് ആർത്തിയാണല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, ദേവികയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടാ അന്ന് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ ദേവികയ്ക്കെതിരെ മത്സരിക്കുന്ന നീ എന്റെ ശത്രുവാ. എന്റെ ശത്രുവാകാൻ നീ ഉറപ്പിച്ചോ? എന്റെ പ്രഭേ, നീ എന്റെ അടുത്ത കൂട്ടുകാരിയാ. ഇടയ്ക്ക് നമ്മൾ അകന്നു എങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഇപ്പോഴും സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ അത്യാഗ്രഹവും അതിമോഹവും ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ഈ കൂട്ടുകാരി അത്യാഗ്രഹിയോ അതിമോഹിയോ ആണെന്ന് തോന്നുന്നുണ്ടോ? അത്യാഗ്രഹം പോയിട്ട് ആഗ്രഹങ്ങൾ പോലും ഇല്ലാതെയാ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഈ തീരുമാനം അത്യാവശ്യമാണ് ചന്ദ്രമതി. എന്ത് അത്യാവശ്യം? അതോടെ നീ പറഞ്ഞതാ. അത് പറയാൻ ഇപ്പൊ പറ്റില്ല.
ദേവികയുടെ തോൽവിക്ക് ശേഷം അത് നീ അറിയും. നീ മാത്രമല്ല, എല്ലാവരും. കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയത്തിനല്ല, എന്റെ കുടുംബത്തിന്റെ വിജയത്തിനാ എന്റെ ശത്രുവിനോട് ഞാൻ മത്സരിക്കുന്നത്. ദേവിക മത്സരിക്കുന്നില്ല എന്ന് ആദ്യം ഉറച്ചു നിന്നപ്പോ നീയും കൂടി ചേർന്നല്ലേ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. എന്നിട്ടിപ്പോ ഒരു കാരണവുമില്ലാതെ അവൾക്കെതിരെ മത്സരിക്കുന്നു. നീ തോറ്റു പോവും പ്രഭേ, തോറ്റു പോവും. ചന്ദ്രമതി, ജയിക്കാൻ ഉറച്ച അല്ല, തോൽപ്പിക്കാൻ ഉറച്ച ഞാൻ ഈ മത്സരത്തിനിറങ്ങി. ജയിച്ചേ തിരിച്ചു കയറൂ. ഞാൻ തോൽക്കുമെന്നും തോൽപ്പിക്കുമെന്നും ഒക്കെ ചന്ദ്രമതി ഈ ചന്ദ്രോത്ത് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ജയം ഉറപ്പിച്ചാ ഞാൻ മത്സരിക്കുന്നത്. രാഷ്ട്രീയ കളികളും മുഴുവനും ഞാൻ കളിക്കും. പക്ഷേ പ്രഭ കളിക്കുന്നത് വെറും ഒരു കുട്ടിക്കളിയല്ല. മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴേ പ്രഭ തോറ്റു കഴിഞ്ഞു. ഞാൻ തോൽക്കില്ല ചന്ദ്രമതി. എന്തൊക്കെയായാലും ശരി, നിന്നെ തോൽപ്പിക്കാനല്ല, ദേവികയെ ജയിപ്പിക്കാൻ ഞാനും കളത്തിലിറങ്ങുക. നമുക്ക് കാണാം. ഒരു മിനിറ്റ്. തെരഞ്ഞെടുപ്പിൽ ശത്രുക്കളില്ല. നമ്മുടെ മുന്നേ ഒരു വോട്ടർ തെറി വിളിച്ചാലും നമ്മൾ ചിരിച്ച് സന്തോഷത്തോടെ വോട്ട് ചോദിക്കണം. എന്റെ വോട്ട് ചോദിക്കൽ ഉദ്ഘാടനം ഞാൻ നടത്തുക. ഈ തെരഞ്ഞെടുപ്പിൽ നീ എനിക്ക് വോട്ട് ചെയ്യണം. ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചോ, പക്ഷെ വോട്ട് എനിക്ക് തരണം. നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര മാറ്റത്തിനായിട്ട് പ്രൊഫസർ പ്രഭാവതിയെ വിജയിപ്പിക്കണം. ഓൾ ദി ബെസ്റ്റ്. നീ വിഷമിക്കുന്നു വേണ്ട. നന്ദനൊന്ന് കേറാതെ പോയല്ലോ. മോള് ആരുടെ കൂടെയാ മോളെ നീ വന്നേ? നന്ദു കൊണ്ടുവന്നാക്കിയച്ചാ. നന്ദേട്ടൻ ഈ വീടിനകത്ത് കേറില്ലല്ലേ ചേച്ചി? എന്തൊക്കെയാ മോളെ കേൾക്കുന്നേ? പ്രഭാവതി മോൾക്കെതിരെ മത്സരിക്കുന്നോ? വാർത്ത കണ്ടപ്പം ആദ്യം കള്ളവാർത്തയാണെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചേ. പക്ഷെ എല്ലാ ചാനലും കാണിക്കുന്നു. അവർക്ക് എന്തിന്റെ കേടാ? അസൂയ മുത്ത് കണ്ണ് കണ്ടുകൂടാതായോ? ആ KDF-ന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി. KDF-നോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. ചേച്ചി നോക്കിക്കോ, ചേച്ചി പാട്ടും പാടി ജയിക്കും. ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ എന്താ മോളെ ഒന്നും പറയാത്തെ? മോളെ എന്താ? നന്ദൻ വീണ്ടും വഴക്കുണ്ടാക്കിയല്ലേ? ഇവിടെ ഇറക്കിയിട്ട് പോകുന്ന കണ്ടപ്പോഴേ തോന്നി. നന്ദേട്ടനും കൂടി അറിഞ്ഞിട്ടായിരിക്കും പ്രഭാന്റിയെ മത്സരിപ്പിക്കാൻ ഇറക്കിയത്. കുറ്റം മുഴുവനും ചേച്ചിയുടെ തലയിൽ വെച്ച് കാണും. മോള് കരയാതെ. എന്തായാലും നന്ദന്റെ അമ്മയും മത്സരിക്കാൻ ഇറങ്ങി. ഇനിയൊക്കെ വിധി പോലെ വരട്ടെ. തെരഞ്ഞെടുപ്പൊന്നുമല്ല, മോളുടെ ജീവിതം ഞങ്ങൾക്ക് പ്രധാനം. കരയില്ലേ മോളെ? പ്രഭാവതിയുടെ വിവരക്കേട് അത് നാട്ടുകാർക്ക് മനസ്സിലാവും. അവിടെ നന്ദുവിന്റെ അമ്മ മത്സരിക്കുന്നു എന്നറിഞ്ഞ ഷോക്കില ഞാനും. പക്ഷെ ഞാനിപ്പോ അമ്മ അത് ഞാൻ സന്തോഷത്തില്
പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷത്തിൽ. എന്താ ചേച്ചി? ഞാനും നന്ദുവും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി. ആണോ മോളെ? നന്ദുവിന്റെ തെറ്റിദ്ധാരണയൊക്കെ തീർന്നു. എനിക്ക് ജീവിതം തിരിച്ചു കിട്ടി അമ്മ. ഈശ്വര, ദൈവം കൈവിടില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇനി ആരോ മത്സരിക്കട്ടെ, ആരോ ജയിക്കട്ടെ, മോളുടെ കുടുംബജീവിതം തിരിച്ചു കിട്ടിയല്ലോ. നന്ദേട്ടനായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേ. അതെ, അപ്പോഴാ ഈ വാർത്ത കണ്ടത്. പിന്നെന്താ നന്ദൻ അകത്ത് കയറാതെ പോയത്? നന്ദു ഗിരീഷേട്ടനെ കാണാൻ പോയിരിക്കുക. അമ്മ മത്സരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അതിന്റെ ഒരു ധൃതിയായിരുന്നു. അമ്പലങ്ങളൊക്കെ കുറെ നേർച്ചയുണ്ട്, അതൊക്കെ നടത്തണം. കൊറേ ദിവസമായി മനസ്സിൽ കൊണ്ടു നടന്ന ഭാരം ഒഴിഞ്ഞുപോയി. അല്ല, മത്സരം ഇനിയിപ്പോ എങ്ങനെ വരും ചേച്ചി? മാധവേട്ടൻ പറഞ്ഞ പോലെ മത്സരം എങ്ങനെയോ വരട്ടെ. മത്സരത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു. എന്താ മോളെ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല, പിന്മാറാൻ പോവാ. തീരുമാനിച്ചു കഴിഞ്ഞു. തിരിച്ചു കിട്ടിയ സന്തോഷവും സമാധാനവും ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. അമ്മയ്ക്കെതിരെ മത്സരിക്കാനൊന്നും ഞാൻ ആളല്ല. പത്രിക പിൻവലിക്കാൻ പോവാ. അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. സത്യത്തിൽ സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇനി ഇത് കള്ള വാർത്തയാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാർത്തയൊക്കെ സത്യം തന്നെയാ. പെട്ടെന്നത് എങ്ങനെ സംഭവിച്ചു എന്ന അതിശയം. നന്ദൻ വരുന്നു. നന്ദ, ഇതെന്തൊക്കെയാടാ നടക്കുന്നത്? അമ്മ മത്സരിക്കുന്ന കാര്യം നിനക്കറിയായിരുന്നോ? ഇല്ലേ ചേച്ചി, അതിനെക്കുറിച്ച് ചെറിയൊരു സൂചന പോലും തന്നില്ല. ഗിരീഷേട്ട എവിടെ? ഗിരീഷേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കല്ലോ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഗിരി അത്യാവശ്യമായിട്ട് പാർട്ടി ഓഫീസ് വരെ പോയിരിക്കുവാ. നന്ദ എവിടുന്ന് അറിഞ്ഞേ? ഞാൻ TV കണ്ടതാ. അച്ഛനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഗിരി വന്നല്ലോ. ഗിരി, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലേ? എന്തറിഞ്ഞുന്നാ? മാഡം മത്സരിക്കുന്നതാണോ? പാർട്ടി ഓഫീസിൽ ചെന്നപ്പോഴാണ് ഞാനും അറിയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതുമല്ല, സ്ഥാനാർത്ഥി നിർണയമൊന്നും മുൻകൂട്ടി അറിയാനും പറ്റില്ല. എന്താ ഇത് ദേവികയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത പദ്ധതിയാണോ? ഗിരീഷേട്ടൻ എന്തായി പറയുന്നേ? ഗിരീഷേട്ടൻ, സത്യാവസ്ഥ എന്താണെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്തായാലും ഗിരീഷേട്ടൻ ഇത് സമ്മതിക്കാൻ പാടില്ല. ദേവി മത്സരിക്കല്ലേ, അതിനിടയിൽ അമ്മയും കൂടി, അതൊക്കെ വലിയ കുഴപ്പമാവും. ഓഹോ, അപ്പൊ ദേവിക മത്സരിക്കുന്നതിന് ഇപ്പൊ നന്ദിന് കുഴപ്പമില്ല. ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചിരുന്നത്. ഗിരീഷേട്ടൻ, അതൊക്കെ പിന്നെ പറയാം. അമ്മ മത്സരിക്കരുത്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഗിരീഷേട്ടൻ ചെയ്യണം. അമ്മയോട് മത്സരിക്കേണ്ടെന്ന് പറയണം. പറഞ്ഞോ? നിനക്ക് പറയാലോ. മാഡത്തിന്റെ ഏറ്റവും അടുത്ത ആള് നീയല്ലേ, നീ പറഞ്ഞോ. ദേവികയോടുള്ള ദേഷ്യം കൊണ്ട് അമ്മ ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്മ ചെയ്തതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അച്ഛൻ ഇനി വീട്ടിൽ വരുമ്പോ എന്തൊക്കെയാ ഉണ്ടാൻ പോകുന്നതെന്ന് അറിയില്ല. ഗിരീഷേട്ടന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ അമ്മ മത്സരിക്കുന്നേ. ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞാൽ മതി, അമ്മയുടെ മനസ്സ് മാറും. എന്താ
നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? KDF കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാ മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രഭാവതി. അവരെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു തികഞ്ഞ സംഘടനാ പ്രവർത്തകനാ ഞാൻ. പിന്നെ എന്റെ അമ്മായിയമ്മ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു നല്ല ചുമതല എനിക്ക് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഗിരീഷേട്ടൻ, ഈ സമയത്ത് നമ്മൾ അതെ, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നെന്താ? അന്ന് ദേവികയുടെ നോമിനേഷൻ പിൻവലിപ്പിക്കാൻ നടന്ന പോലെ ഇപ്പോ അമ്മയോട് മത്സരിക്കണ്ടെന്ന് പറയാനും അതേ ആവേശം കാണിക്കണം. ഗിരി, ഇങ്ങനെ തർക്കിച്ച് സമയം കളയാതെ നിനക്ക് പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യേ. ഇല്ലമ്മേ, മേഡം എന്റെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത് കൊണ്ടാ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ആ, ഇനിയിപ്പോ വേറൊരു തരത്തിൽ ആലോചിച്ചാ, നിന്റെ ഏറ്റവും വലിയ ശത്രുവിനെതിരെയല്ലേ അമ്മ മത്സരിക്കുന്നത്? എന്തിനാ എതിർക്കുന്നത്? മത്സരിക്കട്ടെ. ദേവി എന്റെ ശത്രുവല്ല, എന്റെ ഭാര്യ. അയ്യോ, അതെപ്പോ? ഗിരി നിർത്ത്. വാ വാ നന്ദ, വാ. ഭാര്യയാണ് പോലും. നന്ദ, നീ ദേവികയെ കണ്ടോ? ചേച്ചി, അതൊക്കെ പിന്നെ പറയാം. എങ്ങനെ അമ്മയെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റണം, അതിനുള്ള വഴി ആലോചിക്കേ. അച്ഛതറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാലോ. ഗിരീഷേട്ടനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അമ്മയെ ഒഴിവാക്കിയേ പറ്റൂ. കേട്ടതൊക്കെ സത്യമോ? എല്ലാവരുടെയും പിന്തുണയും വേണം. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. ശരി സർ. കുഞ്ഞേ, എന്താ ഭാർഗവി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. എന്തു പറ്റി ഗൗരി? അത് കുഞ്ഞെ, വാർത്തയിൽ കണ്ടത് സത്യമാണോ? സത്യമാണ് ഭാർഗവി. KDF സ്ഥാനാർത്ഥിയായി രാമപുരം മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു. പെട്ടെന്ന് എങ്ങനെയാ ആന്റി ഇതുപോലെയൊക്കെ സംഭവിച്ചേ? എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ച് നടക്കൂ. ചിലപ്പോഴൊക്കെ ഇങ്ങനെയും സംഭവിക്കും. ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ അവരുടെ കൂട്ടത്തിൽ സീറ്റ് കിട്ടിയത്? അതുമല്ല, കുഞ്ഞിനെ സഹായിക്കാനായിട്ട് കുഞ്ഞിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ദൈവം ഉണ്ടായിരുന്നു ഭാർഗവി എന്റെ കൂടെ. എന്റെ കണ്ണീര് ദൈവം കണ്ടു, പ്രാർത്ഥന കേട്ടു. ഇന്നലെ വരെ മത്സരത്തിൽ നിന്ന് മാറാൻ പറഞ്ഞ് ഞാൻ പിറകെ നടന്നെങ്കിൽ ഇന്നു മുതല് എന്റെ കാല് പിടിക്കാൻ വരും പലരും. യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു ഭാർഗവി ഞാൻ. ഇനി കച്ച കെട്ടുക. അത് കഴിഞ്ഞ് ഞാൻ വാളും പരിചയമെടുക്കും. പിന്നംഗം തല കൊയ്തിട്ടേ അടങ്ങൂ. ഇത്ര വോട്ടിന് എതിർകക്ഷിയായ ദേവികയെ പിന്നിലാക്കി പ്രൊഫസർ പ്രഭാവതി വിജയിച്ചു എന്നൊരു പ്രഖ്യാപനം വന്നിട്ടേ ഇനി വിശ്രമമുള്ളൂ.